തൻ്റെ മരണത്തെ സംബന്ധിച്ച യഥാർത്ഥ വസ്തുത ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടി പേപ് വെറാൾഡി എന്ന ചെറുപ്പക്കാരൻ്റെ ആത്മാവ് മറിയ തലാരിക്കോ എന്ന പെൺകുട്ടിയുടെ ശരീരത്തിൽ താൽക്കാലികമായി പ്രവേശിച്ചു. ഈ ഒരു കഥയാണ് ഇന്ന് അൺഎക്സ്പ്ലെയിൻഡ് ഫയൽസിലൂടെ പറയാൻ പോകുന്നത്. 1939 ജനുവരി മാസത്തിലെ ഒരു ദിവസം തൻ്റെ മുത്തശ്ശിയോടൊപ്പം ജന്മനഗരമായ കാറ്റൻസോറോയിലൂടെ നടക്കുകയായിരുന്നു മറിയ തലാരിക്കോ എന്ന 17 വയസ്സുകാരി. അവരൊരു പാലം കടക്കവേ പെട്ടെന്ന് മറിയ തലാരിക്കോ നിശ്ചലമായി അവിടെ നിന്നു. എന്നിട്ട് ആറ്റിൻകരയിലേക്ക് തുറച്ചു നോക്കി. പിന്നെ അവിടെ അവൾ കുഴിഞ്ഞു വീണു. വീട്ടിലെത്തിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവൾക്ക് ബോധം തിരിച്ചു കിട്ടിയത്. എന്നാൽ അപ്പോൾ മുതൽ സകല ആളുകളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവളുടെ സംസാരം ഒരു പുരുഷ ശബ്ദത്തിലായി. അവളുടെ അമ്മയോട് അവൾ പുരുഷ ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞു: "നിങ്ങൾ എൻ്റെ അമ്മയല്ല. തടി കൊണ്ടുണ്ടാക്കിയ ഒരു വീട്ടിലാണ് എൻ്റെ അമ്മ താമസിക്കുന്നത്. കാതറീന വെറാൾഡി എന്നാണ് അവരുടെ പേര്. എൻ്റെ പേര് പേപ്പ് എന്നാണ്." പേപ് വെറാൾഡി 3 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1936 ഫെബ്രുവരി 13 മുങ്ങി മരിക്കുകയായിരുന്നു. പാലത്തിൻ്റെ അടിയിൽ നിന്നാണ് അയാളുടെ ശവശരീരം കണ്ടെടുത്തത്. അതേ സ്ഥാനത്ത് വെച്ചായിരുന്നു മറിയ ബോധരഹിതയായി കുഴഞ്ഞു വീണത്. അയാളുടെ ആത്മാവ് മറിയയുടെ ശരീരത്തിൽ പ്രവേശിക്കുകയായിരുന്നു. മറിയ ഒരു കഷ്ണം കടലാസ് ചോദിച്ചു വാങ്ങി വെറാൾഡിയുടെ കൈയ്യക്ഷരത്തിൽ അതിലേതാനും വാക്കുകൾ എഴുതി. പിന്നീട് അവൾ വൈനും സിഗരറ്റുകളും വേണമെന്നാവശ്യപ്പെട്ടു. അവിടെ കൂടിയിരുന്നവരോടൊപ്പം ചേർന്ന് അവൾ ചീട്ട് കളിക്കാൻ തുടങ്ങി. എന്നിട്ട് അവൾ ടോട്ടോ, റൊസാരിയോ, ഏലിയോ, ഡാമിയാനോ എന്നീ പേരുകൾ വിളിക്കാൻ തുടങ്ങി. മരിച്ചയാളിൻ്റെ സുഹൃത്തുക്കളുടെ പേരുകളായിരുന്നു അത്. സംഭവം അറിഞ്ഞ് വെറാൾഡിയുടെ അമ്മ അവിടെ എത്തിച്ചേർന്നതോടെ കാര്യങ്ങൾ അതിശയിപ്പിക്കുന്ന പുതിയൊരു ദിശയിലേക്ക് തിരികെയാണ് ഉണ്ടായത്. അപ്പോഴും വെറാൾഡിയുടെ ശബ്ദത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്ന മറിയ ഇങ്ങനെയൊരു പ്രഖ്യാപനത്തിലൂടെ സകലരെയും ഞെട്ടിച്ചു: "എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കൊന്നു. അവരെന്നെ ആറ്റിലേക്ക് എറിഞ്ഞു. ഞാൻ അവിടെ വീണ് കിടന്നപ്പോൾ അവരെന്നെ ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ട് അടിക്കുകയും മരിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്തു." ഇത്രയും വെളിപ്പെടുത്തൽ നടത്തിയിട്ട് മറിയ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. അവൾ നേരെ ചെന്ന് പാലത്തിൽ കയറിയിട്ട് താഴേക്ക് എടുത്തു ചാടി. ചാടുന്നതിന് മുൻപ് "എന്നെ വിടൂ, നിങ്ങൾ എന്തിനെന്നെ ഉപദ്രവിക്കുന്നു" എന്ന് വിളിച്ചു പറയുകയും ചെയ്തു. മുൻപ് വെറാൾഡിയുടെ ശവശരീരം കണ്ടെടുക്കപ്പെട്ടപ്പോൾ അയാൾ എങ്ങനെയാണോ കിടന്നിരുന്നത് അതേ രീതിയിലാണ് മറിയയും കിടന്നത്. മരിച്ച ആളുടെ അമ്മ അപ്പോൾ മറിയയുടെ അടുത്ത് ചെന്നിട്ട് ആ ഒരു പെൺകുട്ടിയിൽ നിന്നും വിട്ടൊഴിയണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നീട് മറിയ എഴുന്നേറ്റപ്പോൾ അവളുടെ ശരീരത്തിൽ നിന്ന് ആ ആത്മാവ് വിട്ടൊഴിഞ്ഞു പോയിരുന്നു.